ഈ ജോയിയെയും മണവേളനെയും ഒക്കെ അച്ഛ എന്ന് വിളിക്കുന്നത്, ഈ അച്ഛൻ എന്ന് വിളിക്കുന്നത് എന്ന അർത്ഥത്തിലാണെന്ന് ഞങ്ങളെ പോലുള്ള വിശ്വാസികളെ കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. മലയാളത്തിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛനെ വിളിക്കും എന്ന് പറഞ്ഞാൽ മക്കളുള്ളവര് ആ മക്കള് അപ്പനെ വിളിക്കുന്ന പേരാണ് അച്ഛൻ. കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളിലെ വൈദികരെ മലയാളത്തിൽ അച്ഛ എന്ന് വിളിക്കും. പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ അച്ഛ വിളി. പിന്നെ ഹൈന്ദവ സമൂഹത്തിൽ അച്ഛൻ എന്ന് വിളിക്കും. ചില സ്ഥലങ്ങളിൽ, ചില ഡിസ്ട്രിക്റ്റുകളിൽ അത് അമ്മാച്ചന്മാരെയാണ്, അമ്മയുടെ മൂത്ത ആങ്ങളമാരെ വിളിക്കും അച്ഛൻ. ഇപ്പൊ ഈ മൂന്നിലും പെട്ട വിഭാഗമാണോ ഈ പറയുന്ന ജോയിയും എന്ന് പറയുന്ന ഈ ചക്കയാത്ത് ജോയിയും ആ തലതെറിച്ച മണവാളനും? ഇവന്മാരെ ഏത് രീതിയിലാണ് അച്ഛൻ എന്ന് സംബോധന ചെയ്യുന്നത്? കാരണം ഇവന്മാര് കത്തോലിക്ക സഭയുടെ വൈദികരല്ല. കാര്യം വൈദിക പട്ടം എന്ന് ഇവന്മാർ പറയുന്ന സാധനം ഇവർക്ക് നഷ്ടപ്പെട്ടു. പട്ടം എന്നാന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഇത്ര വർഷം ഞങ്ങള് സെമിനാറുകളിൽ പഠിച്ചു, നിങ്ങളെക്കാളും ഞങ്ങൾക്ക് അറിവുണ്ട്, ഞങ്ങള് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഇവന്മാരുടെ അമ്മൂമ്മയുടെ മറ്റേതും ഒക്കെ പഠിച്ച് അതുമാര് പറയും. അപ്പൊ ഒരു പ്രയോജനവും ഇല്ല. ഊളന്മാരും പഠിക്കും, വിവരമില്ലാത്തവരും പഠിക്കും. ഞാൻ ഇവന്മാരെ ഊളന്മാരെന്നോ വിവരമില്ലാത്തവരെന്നോ വിളിക്കുന്നില്ല, കാര്യം അതിന്റെ ആവശ്യം നമുക്കില്ല, അത് ദൈവം വിധിക്കട്ടെ. പക്ഷെങ്കിൽ ഇവന്മാർക്ക് പൗരോഹിത്യം എന്ന ആ ഒരു പദവി ഇപ്പൊ ഇല്ല. പട്ടം എന്നാന്ന് ഇവന്മാർക്ക് അറിയത്തുമില്ല. പട്ടത്തിന്റെ ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞു, പട്ടം എന്താണെന്നുള്ളതിന്റെ കൃത്യമായിട്ട് ഒരു വിശദീകരണം ഈ നശൂലങ്ങളിൽ ആർക്കെങ്കിലും ഇവന്മാർ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞതാണ് വന്ന് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കൂടെ മനസ്സിലാവും. കാരണം നമുക്ക് ഇതിനെ പിടിയിട്ടില്ല. ഇവന്മാരെ പറയും ഞങ്ങൾക്ക് പട്ടം കിട്ടിയത് ആർക്കും ഞങ്ങളുടെ പട്ടം തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല, പട്ടം അങ്ങനെ ഇൻവാലിഡ് ആകുന്ന സാധനമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോക ഊരത്തില്ല, ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല എന്ന് ഇവന്മാർ പറയുന്നത്. ഇവന്മാർ പൗരോഹിത്യത്തെ പറ്റി ഒന്നും പറയുന്നുമില്ല. കത്തോലിക്ക സഭയുടെ കാനോൻ നിയമം അനുസരിച്ച് പൗരോഹിത്യം ഏത് സമയത്തും തിരിച്ചെടുക്കുവാൻ സഭയ്ക്ക് അധികാരമുണ്ട്. അപ്പൊ പൗരോഹിത്യത്തെ പറ്റി ഇവന്മാർ പറയുന്നില്ല, ഇവന്മാർ പട്ടത്തെ പറ്റി പറയുന്നത്. അപ്പൊ ഈ പട്ടം എന്താണ് എന്ന് കൃത്യമായിട്ടൊന്ന് ഇവന്മാർ ആരെങ്കിലും, ഈ എറണാകുളത്തെ ലോകത്തൊഴിലാളികളെ നശൂലങ്ങൾ സാത്താൻ സേവക്കാർ ആരെങ്കിലും ഈ പട്ടം എന്താണ്, വാട്ട് ഈസ് പട്ടം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത് വിശദീകരിക്കുവാണെങ്കിൽ ഞങ്ങളെ പോലുള്ള അറിവില്ലാത്ത സാധാരണ വിശ്വാസികൾക്ക് അതൊരു ഉപകാരമാവും ഭാവിയിലേക്ക്. കാര്യം കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്നു ഈ പട്ടം എന്താണ്, പട്ടം. അപ്പൊ യുവമാർക്ക് ആർക്കെങ്കിലും ഈ ലോഹിയിട്ട് കുറച്ചു കാലമായില്ലേ ചെര തുടങ്ങിയിട്ട്, ഈ ചരിച്ച് മതിയായെങ്കിൽ ഈ ആദ്യം വന്ന് പറ പട്ടം എന്താണെന്ന്, അത് കഴിഞ്ഞ് മുന്നോട്ട് നീക്കട്ടെ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവന്മാരിവിടെ കുറച്ച് ലോഹത്തൊഴിലാളികൾ കൂട്ടം കൂടി ഇരുന്നിട്ട് തെമ്മാടിത്തരം വിളിച്ച് പറയാൻ വേണ്ടി കൂടിയായിരുന്നു. അവിടെ ആ സമയത്താണ് വിശ്വാസികളെ എറണാകുളം മുഴുവൻ നഗരപ്രദർശനം നടത്തിയത്. ആ സമയത്ത് അവിടെ എറണാകുളം ബസലിക്കയുടെ ഇപ്പോഴത്തെ വികാരിയായ തരിയൻ ഞാലിയത്തച്ഛനെ അപമാനിച്ചിറക്കി വിട്ടു. ഇറക്കി വിട്ടത് ആരാണ്? ഒരു ഗുണവും ഒരു പ്രയോജനവും ഇല്ലാത്ത മറ്റൊരു നശൂലമായ തട്ടിലാണ്. അല്ലാതെ ഇവന്മാരല്ല ഇറക്കി വിട്ടു. ഇവന്മാർ ആവശ്യപ്പെട്ടപ്പോൾ മണവാളനെ പോലെ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തികെട്ടവൻ പറഞ്ഞപ്പം അത് ഇറക്കി വിട്ടത് ആരാ? തട്ടിൽ. അപ്പം തട്ടിലാരാ? അതൊരു ചോദ്യമല്ലേ. അപ്പൊ തട്ടിൽ എന്ന് പറയുന്ന ആ വൃത്തികെട്ട ആ ഒരു ജീവിക്ക് MAV പോയിട്ട് ഒരു വൈദികനാണുള്ള യോഗ്യതയില്ല. കാര്യം സഭയുടെ ട്രൈബ്യൂണൽ പറഞ്ഞു ഈ മണവാളൻ എന്ന് പറയുന്ന വൃത്തികെട്ടവന് സസ്പെൻഷനാണ്, ഇവന് പൗരോഹിത്യം ഉപയോഗിക്കാനുള്ള അവകാശം ഇപ്പൊ ഇല്ല, ഇവനെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പം അവനെ ഇറക്കി വിടാതെ അവനെ പിടിച്ച് താലോലിച്ച് മടിയിലിരുത്തി ഈ സമ്മേളനത്തിൽ കൊണ്ടുവന്നതാരാ? അതിനനുവദിച്ചതാരാ? തട്ടിൽ. കാര്യം തട്ടിൽ അവിടെ ഉണ്ടായിരുന്നു, പാമ്പ്ലാനി ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്മാരുടെ മുമ്പിൽ സഭാവിരുദ്ധനായിട്ടുള്ള, സഭ പുറത്താക്കിയ ആള്, അവനെ ഇവിടെ മടിയിൽ വെച്ചിട്ട് സഭയോടൊപ്പം നിൽക്കുക ഇവനെ പോലുള്ള വൃത്തികെട്ടവന്മാരെ എന്ന് പറയും. തട്ടിലിനെയും പാമ്പ്ലാനിയെ പോലുള്ള വൃത്തികെട്ടവന്മാരെ, ഇവന്മാരെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവന്മാർക്കുള്ള ആ ഒരു ചൈതന്യം ദൈവം തിരിച്ചെടുത്തുന്നത് നിങ്ങൾ ആരും പറഞ്ഞില്ലേ? അത് ദൈവം തട്ടിലിനെയും പാമ്പ്ലാനിയെ പോലുള്ളവന്റെ ചൈതന്യം ദൈവകൃപ തിരിച്ചെടുത്തു. ഇപ്പൊ ഇവന്മാരെ വെറും തട്ടിലും വെറും പാമ്പ്ലാനിയുവാ. ഇങ്ങനെ വൃത്തികെട്ടവന്മാരെ പിന്നെ ആ ഒരു സ്ഥാനം കൊടുത്ത ബഹുമാനിക്കേണ്ട കാര്യം ഒരു വിശ്വാസിക്കുമില്ല. പിന്നെ ചില പൊട്ടന്മാര് ഇപ്പോഴും ഇവന്മാരെ പിതാവെന്നോ മെത്രാനെന്നോ അല്ലെ ഈ വൃത്തികെട്ടവന്മാരെ അച്ഛൻ എന്നൊക്കെ വിളിക്കും. അതൊക്കെ അവരുടെ കാര്യം, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. സാധാരണ വിശ്വാസി വിളിക്കത്തില്ല. ഇവന്മാരെ ശപിക്കുമ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതാണ് ഇപ്പം ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അറിവായിട്ട് കത്തോലിക്ക തിരുസഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ദൈവിക കൃപയെന്ന് പറഞ്ഞാൽ ഈ നശൂലങ്ങളെ, ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്ത, ദൈവത്തിന്റെ സഭയ്ക്കെതിരായിട്ട് സമരം ചെയ്യുന്ന
തട്ടിലിനെയും പാമ്പ്ളാനിയെയും നിങ്ങൾ എത്ര പ്രാവശ്യം ശപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു, അത്രയും ദൈവത്തിന്റെ കൃപ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. എറണാകുളത്തെ ലോഹത്തൊഴിലാളികളായ നശൂലങ്ങളെ, സാത്താൻ ബാധിതരെ നിങ്ങൾ എത്ര പ്രാവശ്യം ശപിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു, അത്രയും പ്രാവശ്യം, അത്രയും ഇരട്ടി ദൈവം നിങ്ങളെ കൈനീട്ടി അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിന് കൃപ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. കാര്യം ദൈവം ശപിച്ചവരെ ഒരിക്കലും, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം ശപിച്ചവരെ ആര് അവരുടെ ഒപ്പം നിൽക്കുന്നു അവരും ശപിക്കപ്പെട്ടവരായിരിക്കും. ഈ പാമ്പ്ളാനിയും ഈ തട്ടിലുമൊക്കെ ദൈവത്തിന്റെ ശാപം ഏറ്റുവാങ്ങിയവരാ. എറണാകുളത്തെ ഓരോ ലോഹത്തൊഴിലാളിയും ദൈവത്തിന്റെ ശാപം ഏറ്റുവാങ്ങിയവരാ. ഇനിയും ദൈവത്തിനേക്കാളും വലുത് നിങ്ങൾക്ക് ഇവരാണെങ്കിൽ, കാര്യം ഇപ്പൊ സ്വത്താണല്ലോ വലുത്, പണം. ചത്തു മലക്കുമ്പോ ഇതെല്ലാം കൂടെ എന്താ പറയുന്നത്, പിടിച്ചു വെച്ച് മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ധാരണ യവന്മാരിയ്ക്കുന്നത്. അങ്ങനെ പണവും ഇവനെ പോലുള്ള നശൂലങ്ങളുമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, ദൈവത്തിനെ നിങ്ങൾ തള്ളിപ്പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇവരുടെയൊക്കെ മുമ്പിൽ യൂദാസ് വിശുദ്ധനാണ്, ഇവരുടെയൊക്കെ മുമ്പിൽ ലൂസിഫർ വിശുദ്ധനാണ്. അവരെക്കാളും ഒക്കെ വെറും നെറികെട്ടവന്മാരാണ് ഈ തട്ടിലും ഈ പാമ്പ്ളാനിയും ഈ പറയുന്ന മണവാളനും, അല്ലെങ്കിൽ ഈ പറയുന്ന ചക്യാത്ത് ഉൾപ്പെടെ. ചക്യാത്തും കാര്യം സഭയോടൊപ്പം അല്ല. ചക്യാത്ത് എന്ന് പറയുന്നവൻ അവിടെ ഇവിടെ നിൽക്കും. അതുകൊണ്ട് നമ്മളത് വിട്ടു. ഈ ചൂടും തണുപ്പും ഇല്ലാത്തവനാ. അപ്പം ഈ ഗ്രൂപ്പിലുള്ള കൊണ്ട് ഓക്കെ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, നല്ല കാര്യം പറഞ്ഞു, അത് നമ്മൾ കേൾക്കാൻ തയ്യാറാ. പക്ഷെ ജീവിതത്തിൽ ഇതുവരെ നല്ല കാര്യം പറഞ്ഞിട്ടില്ല. കുറച്ച് അഹങ്കാരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെമിനാരിയിലായിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ദൈവശാസ്ത്രം അറിയാം, നിനക്കൊക്കെ എന്നാ കോപ്പറിയാം അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഇവിടെ ചോദിച്ചത്. അതൊക്കെ അതിരിക്കും, ഓരോരുത്തരുടെയൊക്കെ ആ ഒരു മാന്യതയനുസരിച്ച് അവർ സംസാരിക്കും. അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് സംസാരിച്ചോളൂ, കുഴപ്പമില്ല. അതിനേക്കാളും വലുതൊക്കെ ഇവിടെ നമ്മുടെ ആൾക്കാർ ഓരോരുത്തമാരെ സംസാരിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യന്റെ മുഖത്താന്ന് പറഞ്ഞ മുണ്ടാടനും, അല്ലെങ്കിൽ ആ തലമുടി നരച്ച വൃത്തികെട്ടവന്റെ പേരന അവനും, ഇല്ലെങ്കിൽ ഈ ലോഹയൂരി തുള്ളിച്ചാടി പെമ്പിള്ളാറെ തോളത്ത് കൈയിട്ട് കിടക്കുന്ന വേറത്തുണ്ടല്ലോ ഒരു ഊശാന്താടിക്കാരൻ, തലമുടി നീട്ടി വളർത്തിയ വൃത്തികെട്ടവൻ. ഇവന്മാരെ പോലുള്ളവന്മാര് എന്തെല്ലാം വിളിച്ചു പറയുന്നു. അത്രയൊന്നും പേരും ജോയി ചക്കയാത്ത് വിളിച്ച് പറയുന്നില്ല. അതുകൊണ്ട് അപ്പം ആ ഒരു അളവിൽ ജോയി ചക്കയാത്ത് ഒരല്പം ഡിഗ്രി കുറഞ്ഞ ആളാണ്, പ്രശ്നമില്ല. അപ്പം ഇവിടെ നമ്മൾ പറയുമ്പോഴേ ദൈവത്തെ ഓർത്ത് ഇവനെ ഒന്ന് അച്ചാ കുച്ചാന്ന് വിളിക്കാതിരിക്കണമെന്നല്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ വായിന്ന് അച്ചാന്ന് മാത്രമേ വരത്തുള്ളൂ. ഏത് അച്ഛനാന്ന് കൂടെ പറയുവാണ് സൗകര്യമായിരിക്കും. അപ്പൊ ഇവന്മാര് എറണാകുളം രൂപതയുടെ എന്താ പറയുന്നത് നാശം കണ്ട് അതിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് ഇവന്മാർ ഇറങ്ങി പോകത്തുള്ളൂ എന്നാണ് ഇപ്പം തോന്നുന്നത്. ഇനി അല്ലെങ്കിൽ വത്തിക്കാൻ നടപടി എടുക്കണം. വത്തിക്കാൻ എടുക്കുമ്പോൾ ചെയ്യേണ്ട ഒറ്റ നടപടി മാത്രമേ ഉള്ളൂ, ഈ സിനഡിനെ പൂർണ്ണമായിട്ട് മരവിപ്പിക്കുവല്ല, പിരിച്ചുവിടണം. ആണും പെണ്ണും കെട്ട വർഗമാണ് ഇവരെന്ന് നമുക്ക് വേദനയോടെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് മറ്റു കുടുംബാംഗങ്ങൾ എന്നാ ചെയ്യുന്നത്, മറ്റുള്ളവരാരും കേൾക്കാതെങ്കിലും അവരെ ഉപദേശിക്കും, ഇങ്ങനെ ചെയ്യല്ലേ, ഇത് മോശമാണ്, നമ്മുടെ കുടുംബത്തിന് നാണം കേടാ, മറ്റുള്ളവർ നമ്മളെ പറ്റി എന്നാ വിചാരിക്കും. ഇന്ന് കുടുംബത്തിലുള്ളവരെല്ലാം അവരെ ഉപദേശിക്കും. പൊതുവായിട്ട് പറയേണ്ടതേ, അതിന് പോലും കഴിവില്ലാത്ത തെണ്ടിത്തരവും തെമ്മാടിത്തരവും സഭാവിരുദ്ധതയും സഭാ മക്കളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന പണത്തിന്റെയും മറ്റുള്ള സ്ത്രീലിടമത്തിന്റെയും പുറകെ നടക്കുന്നവന്മാർക്ക് എതിരെ ശബ്ദിക്കാതെ വായി മൂടിയിരിക്കുന്നവരാരായാലും, അവരെത്ര നല്ല മെത്രാന്മാരായാലും എത്ര നല്ല മനുഷ്യരായാലും ഒരു പ്രയോജനവും ഇല്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഒരു പ്രയോജനമില്ല. കിലുങ്ങുന്ന ചെങ്ങല് പോലെ ആയി ഒരു പ്രയോജനവും ഇല്ല. നീ എന്തായാലും ഒരു പ്രയോജനമില്ല. നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ അതാവുമെന്നാ പറഞ്ഞു. നിനക്ക് ഇവിടെ ദൈവകൃപ ഇല്ലെങ്കിൽ ഈ സ്ഥാനം കൊണ്ട് നിനക്കൊന്നും ഒരു പ്രയോജനമില്ല. കാര്യം ദൈവകൃപ ഇവരിൽ നിന്ന് തിരിച്ചെടുക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പട്ടം കൂട്ടം എന്ന് പറയല്ലേ. ആദ്യം പട്ടം എന്നാന്ന് പഠിച്ചിട്ട് പോവാ, അല്ലെ പട്ടം എന്നാന്ന് ഞങ്ങളെ പഠിപ്പിക്കുക.